തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 10 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ പുതുവത്സര ദിനത്തിൽ മൈലാഞ്ചിയിടൽ മത്സരം നടത്തി. നന്ദ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക CJ ജെന്നി അധ്യക്ഷയായി. സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ മുഖ്യ അതിഥിയായി. അധ്യാപകരായ ഷെരീഫ്, പ്രിയ, ജിഷി, റസിയ, ഷബോൺ, ബിജു, pre-KG ഹെഡ് നൈസി എന്നിവർ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള മെഹന്തിയാണ് ഈ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന 10 രൂപയുടെ മൈലാഞ്ചി. കണ്ടിട്ടില്ലേ? സിംഗിന്റെ മൈലാഞ്ചിയും ബിഗ് ബി ഒക്കെ കെമിക്കൽ കോൺസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഓർഗാനിക് കോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അറിവായിട്ട് ഇരുന്നോട്ടെ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടു. പക്ഷെ അതിപ്പോ ഇരുന്നോട്ടെ. പക്ഷെ ഇനി യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് കോൺസ് മേടിക്കാൻ നോക്കാം. ഇപ്പൊ ഇവിടെ ഇത് ഒരു ഓർഗാനിക് കോണാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മെഹന്തി വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഗൂഗിളിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻസ് ഒക്കെ വരുന്നത്? അത് ശരിക്കും ഇങ്ങനത്തെ കോൺ വെച്ചിട്ട് മെഹന്തി ഇടുമ്പോഴാണ് പക്കയായിട്ട് മെഹന്തി ഇടാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ചെറുപ്പത്തിലെ തൊട്ട് ഇത് വെച്ചിട്ട് ഈ മെഹന്തി കോൺ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് മെഹന്തി എന്താ പറയുക ഇത്തിരി കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനൊക്കെ പഠിച്ചത് ആ കോൺസ് വെച്ചിട്ടാണ്.